ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ചാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. ശബരിമലയ്ക്ക് പോകുമ്പോൾ 41 ദിവസത്തെ വ്രതത്തോടുകൂടിയാണ് പണ്ട് കാലത്ത് ആളുകൾ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ കാശി, ഹിമാലയ യാത്രകളിലൊക്കെ അവരവരുടേതായിട്ടുള്ള വ്രതം എടുക്കാറുണ്ട്. അപ്പം ഇവിടെയും ഗുരുവിനോട് വ്രതത്തെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ ഗുരു പറഞ്ഞത് 10 ദിവസത്തെ പഞ്ചശുദ്ധിയോടുകൂടിയ വ്രതത്തോടുകൂടി ആയിരിക്കണം ശിവഗിരി തീർത്ഥാടനത്തിൽ വരേണ്ടത്. ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി, ഇങ്ങനെ ആണ് പഞ്ചശുദ്ധി ഗുരു പറയുന്നത്. ഗൃഹം ശുദ്ധമായിരിക്കണം. ഒരുപക്ഷെ മലയാളികളായിട്ടുള്ള ആളുകളെല്ലാം കുറച്ച് ശുദ്ധിയുടെ കാര്യത്തിൽ കുറച്ച് അഡ്വാൻസ് ആണ് എന്ന് നമുക്ക് പറയാമെങ്കിലും പല കാര്യത്തിലും അവരും വളരെ പുറകിലോട്ട് തന്നെയാണ്. ഒരു ഗൃഹം എപ്രകാരം ശുദ്ധമായിരിക്കണം എന്ന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഗൃഹനാഥയ്ക്കുണ്ടാകണം, വീട്ടമ്മയ്ക്കുണ്ടാകണം. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീടും പരിസരവുമൊക്കെ ശുദ്ധമായിരിക്കണം. ആ കയറി ചെല്ലുന്ന വരാന്തയും അതുപോലെ അടുക്കളയും റൂമും ഒക്കെ ഓരോന്ന് വെക്കേണ്ട സ്ഥലത്ത് വെക്കണം. അത് ശുദ്ധമായി സൂക്ഷിക്കണം. ഇതിനെക്കുറിച്ചുള്ള അവബോധം പൊതുവെ കുറവാണ്. അപ്പോൾ വീടും പരിസരവും ഒക്കെ ശുദ്ധമായി സൂക്ഷിക്കുക എന്ന് സാമാന്യമായിട്ട് നമ്മൾക്ക് ഗൃഹശുദ്ധിയെക്കുറിച്ച് പറയാം. പലപ്പോഴും നമ്മൾ കയറി ചെല്ലുമ്പോൾ ചെരുപ്പുകൾ ഉൾപ്പെടെ അവിടെ ഇവിടെയും അലസമായി ഇട്ടിരിക്കുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ ഈ ചെരുപ്പുകൾ, ഷൂ ഒക്കെ ആണെങ്കിലും നമ്മൾ അത് കൈകൊണ്ടെടുത്ത് നമ്മൾ ഇടുകയും അഴിച്ചു വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കൈയൊന്നും തന്നെ പലപ്പോഴും ആരും കഴുകാറില്ല. ഓഫീസുകളിലൊക്കെ പോകുമ്പോൾ ഷൂ ഊരണ്ട എന്നുണ്ടെങ്കിലും ഇത് അഴിച്ചു വെക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ അഴിച്ചു വെക്കുമ്പോൾ നമ്മളാരും തന്നെ കൈ കഴുകിയിട്ടല്ല മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് നിസ്സാരമെന്ന് നമുക്ക് തോന്നുമ്പോഴും അത് വലിയ വലിയ അസുഖങ്ങളെ വരുത്തി വയ്ക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഒക്കെ നമ്മൾ പുറത്തുകൂടെ നടക്കുമ്പോൾ ഈ ചെരുപ്പിലൂടെ എത്രമാത്രം രോഗാണുക്കളാണ് അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കൈ ഉപയോഗിച്ച് ഇത് ഊരുകയും ഇടുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ രോഗാണുക്കളെ നമ്മുടെ കയ്യിലൂടെ അത് നമ്മുടെ മുഖത്തേക്കും അതുപോലെ തന്നെ നമ്മളൊരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണെങ്കിൽ അയാളിലേക്കുമൊക്കെ പകരാൻ സാധ്യത വളരെ അധികമാണ്. പ്രത്യേകിച്ച് നമുക്ക് പല പകർച്ചവ്യാധികളുണ്ട്. കണ്ണിൽ ഉള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ തുമ്മൽ, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഈ രീതിയിൽ പടരുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം വീട്ടിൽ നിന്നോ അതുപോലെ തന്നെ മറ്റുള്ളവരോ നമുക്ക് നൽകുന്നില്ല. കൊറോണ സമയത്ത് നമ്മളൊക്കെ വളരെ ജാഗ്രത പുലർത്തിയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതോടുകൂടി അതും മാറി. അപ്പോൾ ഇങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ സൂക്ഷ്മതലത്തിൽ അത് മനസ്സിലാക്കി നമ്മളോട് പറയുന്നു, ഇന്ദ്രിയങ്ങൾ ശുദ്ധമായിരിക്കണം, ഗൃഹം ശുദ്ധമായിരിക്കണം. അപ്പോൾ ഗൃഹത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഗൃഹത്തിൽ ഇത് തുടങ്ങണമെങ്കിൽ വീട്ടമ്മ അത് കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ളൊരു അവബോധം ഉള്ള ഒരമ്മയായിരിക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ തീർച്ചയായിട്ടും ഈ ഗൃഹം ശുദ്ധമായിരിക്കുകയുള്ളൂ. അങ്ങനെ ആ അമ്മയുടെ മക്കൾ
അതിനെക്കുറിച്ചുള്ള അവബോധമുള്ളവരായി പൊതു സമൂഹത്തിലും അവർക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അവബോധമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുന്നത് ഗൃഹത്തിൽ നിന്ന് തന്നെ ആകണമെന്ന് ഗുരുവിന് നിർബന്ധമുണ്ട്. പലപ്പോഴും അതില്ലാത്തത് കൊണ്ട് ആണ് നമ്മുടെ ചുറ്റുപാടും പൊതു ഇടങ്ങളിലൊക്കെ കൂടുതൽ അഴുക്കുകൾ നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗൃഹത്തിൻ്റെ ശുദ്ധി നമ്മളുടെ പൊതു ഇടങ്ങളിൽ ഒക്കെ എത്രമാത്രം അത് നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കേണ്ട അവസരങ്ങളാണ്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ തീർത്ഥാടന വേളയിൽ നടക്കുമ്പോൾ ശ്രദ്ധിക്കാത്ത ആളുകൾ അത് ശ്രദ്ധിക്കുകയും അവർക്ക് അവരുടെ സ്വന്തം വീട്ടിൽ ഇത് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ സ്വജീവിതത്തിൽ ഇത് മാറ്റങ്ങൾ ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ ഒരു സമത്വസുന്ദരമായിട്ടുള്ള ഒരു സമൂഹം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. തീർച്ചയായിട്ടും നമുക്കും ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.